أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റട്ടെ, ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മഹത്തായ മജ്ലിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 കച്ചവടങ്ങളെ കുറിച്ചാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടം വരാത്ത 3 കച്ചവടം. നമുക്കറിയാം, കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടെൻഷനുള്ളൊരു പരിപാടിയാണ്. മാസം ശമ്പളം മേടിക്കുന്നത് പോലെയല്ല, ഡെയിലി കൂലി മേടിക്കുന്നത് പോലെയല്ല, ഏതെങ്കിലും സ്ഥാപനത്തിലോ ഓഫീസിലോ ഷോപ്പിലോ ജോലി ചെയ്യുന്നത് പോലെയല്ല, വണ്ടി ഓടിക്കുന്നത് പോലെയല്ല. ബിസിനസ്സിൽ ലാഭമുണ്ടാകാം, ബിസിനസ്സിൽ നഷ്ടമുണ്ടാകാം. ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു പരിപാടിയാണ് ബിസിനസ് എന്നുള്ളത്. ഒരുപാട് കച്ചവടക്കാർ സ്വദേശത്ത് കച്ചവടം തുടങ്ങി, വിദേശത്ത് കച്ചവടം തുടങ്ങി, ക്ലച്ച് പിടിക്കുന്നില്ല, പരാജയമാണ്. തുടക്കത്തിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പോൾ കച്ചവടമില്ല എന്ന് പറയുന്നവരുണ്ട്. സൂറത്തുൽ കൗസർ നമ്മൾ പരിഹാരമായി പറയാറുണ്ട്. ഫത്താഹ് എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ അമൽ നമ്മൾ ചർച്ച ചെയ്യുകയും അതനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുകയും പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തുണ്ടാവാനൊക്കെ നമ്മൾ പല അമലുകളും ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാർ, അത് എത്ര ചെറിയ കച്ചവടക്കാരാവട്ടെ, എത്ര വലിയ കച്ചവടക്കാരാകട്ടെ, അല്ലാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എന്നാൽ ഇങ്ങനെയുള്ള കച്ചവടത്തെക്കുറിച്ചല്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ 3 കച്ചവടം. ഒന്നാമത്തെ കച്ചവടം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതൊരു കച്ചവടമാണ്. എന്താണ് കച്ചവടത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ലാഭം കിട്ടുന്നു. വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരിക്കലും നഷ്ടമില്ലാത്ത ഒന്നാമത്തെ കച്ചവടം ഖുർആനോദലാണ്. ഖുർആനോദിയാൽ നമ്മൾ ചെലവഴിക്കുന്ന ആ സമയത്തിന്, നമ്മൾ ഓതുന്ന ആ അധ്വാനത്തിന് ഒരിക്കലും നമുക്ക് നഷ്ടം സംഭവിക്കില്ല. അള്ളാഹു നമുക്ക് തീർച്ചയായും ഹൈറ് നൽകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കടയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ വീട്ടിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ റൂമിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ വാഹനത്തിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, പള്ളിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, എവിടെ വെച്ച് ഓതിയാലും അത് നമുക്ക് ബറക്കത്താണ്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്താണ്. ടെൻഷൻ ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകാൻ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ വളരെ ഉത്തമമാണ്. നാളെ നമ്മൾ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഷഫീഅൻ ലി അസ്ഹാബിഹി, നമുക്ക് ശുപാർശ ചെയ്യാൻ വിശുദ്ധമായ ഖുർആൻ കടന്നു വരും എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ്. യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത കച്ചവടം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കച്ചവടം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കച്ചവടം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു വഅഖാമുസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. നിസ്കാരം നമ്മൾ നിലനിർത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ 5 നേരം നമ്മളൊരു കുളത്തിലിറങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു അഴുക്കുമില്ലാത്തതുപോലെ 5 നേരം നമ്മൾ നമസ്കരിക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു കറ പോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകില്ല. ഫർള് നമസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അതിനു പുറമെ സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, എൻ്റെ സാമീപ്യം നാളെ പരലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുത്തുനബിയെ ദുനിയാവിലെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ആഖിറത്തിലെങ്കിലും നമുക്ക് കാണണമെങ്കിൽ കസറത്തി സുജൂദ്, നിങ്ങൾ സുന്നത്ത് നമസ്കാരം അധികരിപ്പിച്ചാൽ മതിയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരുപാട് രക്ഷിതാക്കൾ മക്കളുടെ വിഷയത്തിൽ പരാതി പറയാറുണ്ടല്ലോ, മക്കൾ നന്നാകുന്നില്ല, മക്കൾ ലഹരി പദാർത്ഥത്തിലേക്ക് പോവുകയാണ്, അനുസരിക്കുന്നില്ല, ഉത്തരവാദിത്തമില്ല.
ഇങ്ങനെ തുടങ്ങിയ പരാതി പറയുന്ന രക്ഷിതാക്കളില്ലേ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്നുള്ളത് എല്ലാ വടക്കത്തരത്തെയും തടയുന്നതാണ്. നിസ്കരിക്കുന്ന കുട്ടികൾ ഒരിക്കലും വഴിപിഴച്ചു പോകൂല. ഇത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഗ്യാരണ്ടിയാണ്. ഒരിക്കലും നഷ്ടം വരാത്ത നിസ്കാരം എന്ന് പറയുന്ന കച്ചവടത്തെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നവരാകണം, നമ്മുടെ മക്കളെ നമസ്കരിപ്പിക്കുന്നവരുമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കച്ചവടം എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, അൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. രഹസ്യമായും പരസ്യമായും ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ സ്വതക്ക ചെയ്യുക. ഇന്ന് പല ആളുകൾക്ക് മടിയുള്ള വിഷയമാണ്. നിസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, പക്ഷേ സ്വതക്ക ചെയ്യാൻ മടിയാണ്. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അത് വലിയൊരു പ്രൊട്ടക്ഷനാണ്. അസ്വതക്കത്തു റദ്ദുൽ ബലായ. എത്ര അപകടങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗവും ഉണ്ടാകുന്നത്. വാഹനാപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷനാണ് സ്വതക്ക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുക. പലപ്പോഴും നമുക്കൊരു പ്രയാസം എന്നാൽ അള്ളാഹുവോട് നമ്മൾ സഹായം തേടും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രയാസങ്ങൾ വരുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ സഹായം തേടേണ്ടത്. പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാനധർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിച്ചു കൊള്ളുക. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു കച്ചവടമാണ്. നഷ്ടമൊരിക്കലും സംഭവിക്കാത്ത കച്ചവടമാണ്. അൽആഫ മുളഅഫ. നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരും. വിശുദ്ധമായ ഖുർആനിൻ്റെ ഉറപ്പാണ്. 100% ഉറപ്പുള്ള ഒരു വിഷയമാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. കുടുംബങ്ങൾക്ക് കൊടുക്കാം, മാതാപിതാക്കൾക്ക് കൊടുക്കാം, അയൽവാസികൾക്ക് കൊടുക്കാം, രോഗികൾക്ക് കൊടുക്കാം, നിർദ്ധരർക്ക് കൊടുക്കാം, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാം, പഠിക്കാൻ പണമില്ലാത്തവർക്ക് കൊടുക്കാം. അവരുടെയൊക്കെ പ്രാർത്ഥന കിട്ടിയാൽ തന്നെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടൂലേ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കച്ചവടങ്ങൾ. ഒന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്, മറ്റൊന്ന് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്, മറ്റൊന്ന് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ഈ 3 കച്ചവടങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ചോ, ഒരിക്കലും നഷ്ടം സംഭവിക്കൂല. വിശുദ്ധമായ ഖുർആനിൻ്റെ ഉറപ്പാണ്. യർജൂന തിജാറത്തൻ തബൂർ. ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കച്ചവടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കച്ചവടത്തെ മുറുകെ പിടിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.